2000 വർഷങ്ങൾക്ക് മുമ്പ് പാപത്തിന്റെ കടം ക്രൂശിൽ വെച്ച് വീട്ടപ്പെട്ടതാണ്. അത് വിശ്വസിക്കാത്തത് അത്രേ നിന്റെ നാശത്തിന് കാരണം. അത് വിശ്വസിക്കുന്ന ഏവർക്കും പാപമോചനം സൗജന്യമാണ്. യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ നമുക്ക് ശത്രുത്വമായിരിക്കുന്ന തിരശ്ശീലം, ദൈവത്തിന്റെ മുമ്പിൽ നമുക്കുണ്ടായിരുന്ന തടസ്സങ്ങൾ നടിച്ചുവരെ ദൈവം ഇടിച്ചു കളഞ്ഞുകൊണ്ട് ഏത് പാപിക്കും യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുവാൻ ദൈവം ഇതാ ജീവന്റെ പുതുവഴി, പുതിയ നിയമം ആരംഭിച്ചിരിക്കുകയാണ്. അവൻ ക്രൂശിൽ മരിക്കുമ്പോൾ തിരശ്ശീല കീറിയത് വഴി സ്വർഗത്തിലേക്ക് പുരോഹിതന്മാർ കൂടാതെ, അവരുടെ കള്ള ഉപദേശം കൂടാതെ, പാപമോചനത്തിന് വേണ്ടി വഴിപാടുകളും യാഗങ്ങളും ഇല്ലാതെ യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന ഹൃദയ വിശ്വാസത്തോടെ ഏത് പാപിക്കും സ്വർഗത്തിലേക്ക് 50 പൈസ മുടക്കില്ലാതെ, കാലുകൾ ദണ്ഡിപ്പിക്കാതെ, ശരീരം ദണ്ഡിപ്പിക്കാതെ, പട്ടിണി കിടക്കാതെ നേരിട്ട് കടന്നു ചെല്ലുവാൻ ദൈവം ജീവന്റെ പുതുവഴി തുറന്നിരിക്കുന്നു. ആകിയാൽ പ്രിയപ്പെട്ടവരെ, ദൈവം പൗരോഹിത്യം ഇല്ലാതെയാക്കിയിരിക്കുന്നു. ഇനി യാഗമില്ല, ബലികളില്ല, പൗരോഹിത്യമില്ല. ഇതെല്ലാം നമ്മളെ വഞ്ചിച്ച് നരകാക്കിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നാൽ യേശുക്രിസ്തു മരിച്ചു, അവൻ അടക്കപ്പെട്ടു. ദൈവമോ മരണഭാഷങ്ങളെ അഴിച്ചിട്ട് അവനെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ചത് വഴി ആ യേശുക്രിസ്തു മടങ്ങി വരുവാനുള്ള സമയമായിരിക്കുന്നു. നിങ്ങൾ നിഷേധിച്ചാലും, നിന്ദിച്ചാലും, പരിഹസിച്ചാലും, ദേശത്തുനിന്ന് ഓടിച്ചു കളഞ്ഞാലും, ചീത്ത വിളിച്ചാലും, തല്ലിയാലും, കൊന്നാലും യേശുക്രിസ്തു മടങ്ങി വരും. ഇന്നൊരു പക്ഷേ സൂര്യൻ അസ്തമിക്കാതെ പോയേക്കാം, പക്ഷെ യേശുക്രിസ്തു മടങ്ങി വരും. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുവാനുള്ള സമയമായിരിക്കാലും അവന്റെ മുമ്പിൽ നിൽപ്പാൻ നിങ്ങൾ യോഗ്യത നേടേണ്ടതിന് അവൻ സകല ജാതി മതസ്ഥരോടും, വിശേഷാൽ ക്രിസ്തീയ മതവിശ്വാസികളും പുരോഹിതന്മാരും ഉൾപ്പെടെയുള്ള എല്ലാവരോടും കൽപ്പിക്കുന്നു, മാനസാന്തരപ്പെടണം, മാനസാന്തരപ്പെടണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒരു വഴിയേ ഉള്ളൂ, മാനസാന്തരം. നിന്റെ പൊന്നമ്പള്ളിയും ദൈവത്തിനെന്തിന്? ഇതെല്ലാം എന്റെ കൈപ്പണിയല്ലയോ?